ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം ഭീമാപ്പള്ളി വലിയതുറ മേഖലയിൽ നടത്തിയ റെയ്ഡിൽ വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ലോഡ് കണക്കിന് നിരോധിത വിദേശ സിഗരറ്റുകളും പാൻ മസാല ശേഖരവുമാണ് കണ്ടെടുത്തത്. ഭീമാപ്പള്ളിയിലും ഭീമാപ്പള്ളി സ്കൂളിന് സമീപവും നൂറുകണക്കിന് ചാക്കുകളിൽ കോട്പ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി ശേഖരിച്ച് വച്ചിട്ടുണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഭീമാപ്പള്ളി ജംഗ്ഷനിലും സ്കൂളിൻ്റെ 50 മീറ്റർ വടക്കു മാറിയുള്ള വീട്ടിലും കടകളിലുമായി നിയമാനുസൃതമുള്ള റെയ്ഡ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഏകദേശം 70ഓളം ചാക്കുകളിൽ ഈ കാണുന്ന വിവിധ തരത്തിലുള്ള ടുബാക്ക ഉൽപ്പന്നങ്ങൾ, കൂള്, ഗണേഷ്, സിഗരറ്റുകൾ, ശംഭു തുടങ്ങിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് തൂഫാൻ സ്ക്വാഡ് ഇവിടുത്തെ ജനങ്ങൾ നിന്ന് കിട്ടിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു വൻ വേട്ടയാണ്. ഏകദേശം 30 ലക്ഷത്തിന് പുറത്തുള്ള മാർക്കറ്റ് വിലയേക്കാൾ ഒരു കവറിന് 150ഓളം രൂപയ്ക്കാണ് ഒരു കവർ വിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 30 ലക്ഷത്തിൽ പരം രൂപയുടെ 35 ലക്ഷത്തിൽ പരം വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ നടപടികൾ നടന്നു വരികയാണ്. ഇത് ഇവിടുത്തെ ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഉപയോഗിച്ചു വരുന്നതായി ഉള്ള വിവരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് എടുക്കുന്ന നടപടി ഇവിടുത്തെ ജനങ്ങൾക്കും കുട്ടികളുടെ സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ലഹരിക്കെതിരെ ഒട്ടും പുറകിലല്ലാത്ത തരത്തിലുള്ള നടപടികളായിട്ടാണ് പോലീസ് പോകുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഭീമാപ്പള്ളി പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമാണ്, തീരദേശ മേഖലയാണ്. ഇവിടെ അപൂർവമായിട്ടൊക്കെ ഇത്തരം പരിശോധനകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ പിടിച്ച ലഹരിയുടെ അളവ് വളരെ കൂടുതലാണോ? ഏത് കേന്ദ്രത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് അനന്തൻ? പ്രജീഷ്, ഭീമാപ്പള്ളി തിരുവനന്തപുരത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിന് അനുബന്ധമായി ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ സാധാരണഗതിയിൽ പരിശോധനകൾ നടക്കാറില്ല. പരിശോധനകൾ നടന്നാൽ സംഘടിതമായ പ്രതിരോധം അവിടെ സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ ഇന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് വളരെ വലിയ ഒരു പരിശോധനയാണ് അവിടെ സംഘടിപ്പിച്ചത്. മാത്രമല്ല, അവിടെ ആ പരിശോധനയ്ക്കിടയിൽ കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഇവിടെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള വിദേശ സിഗരറ്റുകളുടെയും ശേഖരമാണ് അവിടെ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഭീമാപ്പള്ളിയിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. അടുത്തിടെ തൂഫാനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകളിൽ ഒരുപാട് പാൻ മസാല വിൽപ്പനകൾ പിടികൂടിയിരുന്നു. അവരിൽ നിന്നൊക്കെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ ഓപ്പറേഷൻ തൂഫാന്റെ തുടക്കത്തിൽ മാതൃഭൂമി ന്യൂസ് ആക്കുളത്തെ ഒരു പാൻ മസാല അതുപോലെ ലഹരി വിൽപ്പന കണ്ടെത്തി പോലീസിന് പിടികൂടി നൽകിയിരുന്നു. അപ്പോൾ അവരുടെയും മൊഴിയൊക്കെ ഈ ഭീമാപ്പള്ളിയിൽ നിന്നാണ് ഇതെല്ലാം ലഭിക്കുന്നതെന്നായിരുന്നു. അങ്ങനെ വലിയൊരു ഒരു ഓപ്പറേഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് പോലീസ് ഇന്ന് ഭീമാപ്പള്ളിയിൽ കയറിയത്. അവിടെ 2 വ്യാപാര സ്ഥാപനങ്ങളിലും ഒരു വീടിനോട് ചേർന്ന ഗോഡൌണിലുമാണ് പരിശോധന നടത്തിയത്. പോലീസുകാർ തന്നെ പറയുന്നത് അവിടുത്തെ റെയ്ഡിനിടെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. കാരണം വലിയ മിഠായി കച്ചവടമൊക്കെ നടക്കുന്ന കടയുടെ ഉള്ളിൽ പ്രത്യേക ഭൂഗർഭ അറ സൂക്ഷിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് പാക്കറ്റുകളുടെ നിരോധിത പാൻ മസാലകളൊക്കെ സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല, ഒരു വീടിനോട് ചേർന്ന ഗോഡൌണിൽ അതുപോലെ തന്നെ പാൻ മസാലയും സിഗരറ്റ് പാക്കറ്റുകളും കണ്ടെടുത്തു. ഏതാണ്ട് 35 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് ഭീമാപ്പള്ളിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് തൊട്ടടുത്ത് ഭീമാ സ്കൂൾ കൂടിയുണ്ട്. സ്കൂളിനോട് ചേർന്ന് ഉള്ള പ്രദേശത്താണ് ഇത്രയധികം നിരോധിത പാൻ മസാല ലഹരി ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ ചെറുകിട നിരോധിത പാൻ മസാല നടത്തുന്ന കച്ചവടക്കാരെല്ലാം ഇവിടെ നിന്നാണ് അവർ ഈ പാൻ മസാലകൾ വാങ്ങിക്കുന്നതെന്നാണ്. ഇതെങ്ങനെയാണ് ഭീമാപ്പള്ളിയിൽ ഇത്രയേറെ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ സംഭരിച്ചതെന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ഇത് എവിടെ നിന്നാണ്? കടൽ മാർഗമൊക്കെ തന്നെ ഈ ലഹരി ഇവിടേക്ക് എത്താറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ഇവിടേക്ക് ഈ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് എത്താറുണ്ട് എന്ന് നേരത്തെയും അറിവുണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്നുള്ളത് അവിടേക്ക് ഒരു പരിശോധന നടത്തുക വലിയ വെല്ലുവിളിയാണ്. സംഘടിതമായി തന്നെ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ തന്നെ നിൽക്കും. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുസ്ലിം മത പണ്ഡിതന്മാരെയും ഒക്കെ തന്നെ തൂഫാൻ വാരിയർ
മാരാക്കിയിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ ബോധവൽക്കരണത്തിന് പങ്കാളികളാകണമെന്നൊരു അഭ്യർത്ഥനയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഈ ഭീമാപ്പള്ളിയിലെ ഈ പരിശോധന എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? പരിശോധന ഇനിയും തുടരുമോ അവിടെ? തീർച്ചയായിട്ടും പ്രതീക്ഷ നേരത്തെ തന്നെ ഈ ഭീമാപ്പള്ളിയിലെ പരിസരത്തൊക്കെയുള്ള ചില ആൾക്കാർ ലഹരി വിൽപ്പനയൊക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് MDMA പോലുള്ള സിന്തറ്റിക് ലഹരിയൊക്കെ അവിടെ വിൽപ്പന നടത്തിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഈ അടുത്തിടയ്ക്കും അവിടെ നിന്ന് പിടികൂടിയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ വലിയ തോതിൽ ലഹരി സംഭരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അവിടുത്തെ ഈ മതപണ്ഡിതന്മാരടക്കമുള്ളവരുടെ ഒരു പിന്തുണ കൂടി പോലീസ് ആർജിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഓപ്പറേഷന് തയ്യാറെടുത്തത്. സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡിനെ ഇതിനുവേണ്ടി രൂപീകരിച്ചു. വിവരങ്ങളൊന്നും ചോർന്നു പോകാതെ ഇന്ന് പൊടുന്നനെ പോലീസ് അതിനുള്ളിൽ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും ഈ നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്തു വെച്ചിരുന്ന കടകളിൽ പരിശോധന നടത്തുകയുമായിരുന്നു. അവരെ അമ്പരപ്പിച്ചത് ഒരു കടയുടെ അകത്തേക്ക് കയറുന്ന ആ ഫ്രണ്ടിലെ ടൈല് മാറ്റുമ്പോൾ തന്നെ അതിന് താഴേക്ക് പടവുകളാണ്. ആ പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ വലിയൊരു ഭൂഗർഭ അറയാണ്. അതിനുള്ളിലാണ് ആയിരക്കണക്കിന് പാക്കറ്റ് ഈ പാൻ മസാലകൾ ശേഖരിച്ചു വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള വിദേശ സിഗരറ്റുകൾ അതിൻ്റെ വലിയ ശേഖരം കണ്ടെടുത്തിട്ടുണ്ട്. ഒരു വീടിനോട് ചേർന്ന് തന്നെ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വലിയ ഗോഡൗൺ. അപ്പോൾ അവിടെ സ്ത്രീകളൊക്കെ പറയുന്നത് രാത്രികാലങ്ങളിലാണ് ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നത്. ചില നീക്കങ്ങളൊക്കെ അവർ കാണുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന രീതിയിലുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ലഹരി വേട്ട ആയതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർ വലിയ പിന്തുണ പോലീസിന് നൽകിയിരുന്നു. കാരണം അവരുടെ മൂക്കിന് താഴെ അവരെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരമൊരു ലഹരി ഉൽപ്പന്നങ്ങളുടെ സംഭരണം അവിടെ നടന്നതിൽ അവരും നാട്ടുകാരും അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഈ ഓപ്പറേഷന് പൂർണ്ണ പിന്തുണയാണ് അവിടുത്തുകാർ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രത്തോളം വിജയിച്ചതും. അതുകൊണ്ട് വലിയ തോതിൽ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിലെ പല സ്കൂളുകളിലും ഒക്കെ എത്തേണ്ട ലഹരിയുടെ സംഭരണ ശേഖരമാണ് അവിടെ നിന്ന് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും വിവരങ്ങളും പങ്കുവെച്ചത്. അപ്പോൾ സന്ധിയില്ലാത്ത പോരാട്ടമാണ് ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഒരിടവും മാറ്റി നിർത്താൻ കഴിയില്ല. ഭീമാപ്പള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്.